റെക്ടിഫിക്കേഷൻ. റെക്ടിഫിക്കേഷൻ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഡയോഡിന്റെ ഒരു ഉപയോഗമാണ് റെക്ടിഫിക്കേഷൻ. ഡയോഡ് നമ്മൾ ഉപയോഗിക്കുന്നത് റെക്ടിഫിക്കേഷന് വേണ്ടിയാണ്. എന്താണ് റെക്ടിഫിക്കേഷൻ? AC വൈദ്യുതിയെ DC വൈദ്യുതിയാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് റെക്ടിഫിക്കേഷൻ. AC വൈദ്യുതിയെ DC വൈദ്യുതിയാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് റെക്ടിഫിക്കേഷൻ. റെക്ടിഫിക്കേഷൻ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഹാഫ് വേവ് റെക്ടിഫിക്കേഷനും രണ്ടാമത്തത് ഫുൾ വേവ് റെക്ടിഫിക്കേഷനുമാണ്. നാം നേരത്തെ സൂചിപ്പിച്ച പോലെ ഡയോഡിൻ്റെ ഉപയോഗമാണ് റെക്ടിഫിക്കേഷൻ. നമ്മൾ രണ്ട് തരത്തിലുള്ള റെക്ടിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് ഹാഫ് വേവ് റെക്ടിഫിക്കേഷനും രണ്ടാമത്തത് ഫുൾ വേവ് റെക്ടിഫിക്കേഷനും. അതിൽ ഒന്നാമത്തെ ഹാഫ് വേവ് റെക്ടിഫിക്കേഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ലിസൺ. നമുക്കറിയാം ഡയോഡ് പ്രവർത്തിക്കുന്നത് ഒരു 3-6 വോൾട്ടിലൊക്കെ ആയിരിക്കും. അപ്പോൾ സാധാരണ നമ്മുടെ വീടുകളിൽ ലഭിക്കുന്നത് 230 വോൾട്ടാണ്. ഈ വോൾട്ട് നേരിട്ട് ഡയോഡിലേക്ക് കൊടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മളൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഇവിടെ ഉപയോഗിക്കുന്നു. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് നേരെ 230 വോൾട്ടിനെ ഒന്ന് കുറച്ച് കൊണ്ടുവന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തുകൊണ്ട് നമുക്ക് ഡയോഡിലേക്ക് കൊടുക്കാം. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് ഇപ്പോൾ വരച്ചത്. ഇനി ഡയോഡ് കണക്ട് ചെയ്യുന്നു. ഒരു ഡയോഡ് മാത്രം മതി. ഡയോഡിൻ്റെ P ഭാഗം, പോസിറ്റീവ് ഭാഗം, ഇത് N ഭാഗം. ഇതിൽ നിന്ന് ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ നിന്ന് ഔട്ട്പുട്ട് എടുക്കാം. സർക്യൂട്ട് പൂർത്തീകരിച്ചു. ഇവിടെയാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇതിനെ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്, അതിനെ റെക്ടിഫയർ എന്ന് വിളിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം AC കറണ്ടിൻ്റെ ഗ്രാഫ് ഞാൻ വരയ്ക്കാം. AC കറണ്ടിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് നോർമലി നമ്മുടെ വീട് ലഭിക്കുന്ന AC-യുടെ ഗ്രാഫാണ്. AC ഈ രൂപത്തിൽ തരംഗത്തെ പോലെയാണല്ലോ AC-യുടെ പ്രൊപ്പഗേഷൻ. ഇതിനെ നമുക്ക് പോസിറ്റീവ് ഭാഗമെന്നും ഇതിനെ AC-യുടെ നെഗറ്റീവ് ഭാഗമെന്നും വിളിക്കാം. അപ്പോൾ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഇനി ഇപ്പോൾ ഇത് സർക്യൂട്ടിലൂടെയുള്ള കറണ്ടിൻ്റെ ഗ്രാഫാണ്. AC വൈദ്യുതിയുടെ ഗ്രാഫാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഈ AC വൈദ്യുതിയെ നമുക്ക് DC ആക്കി മാറ്റണം. അതാണല്ലോ റെക്ടിഫിക്കേഷൻ. AC-യെ DC ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ് റെക്ടിഫിക്കേഷൻ. ഇനി DC ഡയോഡിലൂടെയുള്ള കറണ്ടിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? DC ഡയോഡിലൂടെയുള്ള കറണ്ട് നമുക്കറിയാം. AC ആദ്യം അതിൻ്റെ പോസിറ്റീവ് ഭാഗം വരുന്നു, പിന്നെ നെഗറ്റീവ് ഭാഗം വരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കാം, പോസിറ്റീവ് ഭാഗം വരുന്ന സമയത്ത് ഇത് പോസിറ്റീവാണ്, ഇവിടെയുള്ള ഭാഗം പോസിറ്റീവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് ഭാഗം, ഇവിടെ പോസിറ്റീവ് കറണ്ട് പൊളാരിറ്റി വരുന്നു, ഇത് P ഭാഗമാണ്. അപ്പോൾ ഡയോഡ് ഫോർവേഡ് ബയാസിങ്ങിലാകുന്നു. ഡയോഡ് ഫോർവേഡ് ബയാസിലാകുമ്പോൾ ഈ ഭാഗത്തെ കറണ്ട് കടത്തിവിടുന്നു, ഇവിടെ കറണ്ട് കടത്തിവിടുന്നു. ഇനി അടുത്ത ഭാഗമാണ് വരുന്നത്. അടുത്ത ഭാഗം വരുമ്പോൾ ഇത് നെഗറ്റീവ് ഭാഗമാണല്ലോ. നെഗറ്റീവ് ഭാഗം വരുന്നു, ഇവിടെ പോസിറ്റീവ് ഭാഗമാണല്ലോ. ഡയോഡിൻ്റെ പോസിറ്റീവ് ഭാഗത്തേക്ക് അല്ലെങ്കിൽ P ഭാഗത്തേക്ക് നെഗറ്റീവ് വന്നാൽ അത് റിവേഴ്സ് ബയാസിങ് ആകും. അപ്പോൾ ആ സമയത്ത് വൈദ്യുതി കടത്തിവിടുന്നതില്ല. ഈ ഭാഗത്ത് കറണ്ട് കടന്നു പോവില്ല. പിന്നീട് AC-യുടെ അടുത്ത ഭാഗം പിന്നെ പോസിറ്റീവ് ആണല്ലോ. അപ്പോൾ ആ സമയത്ത് ഡയോഡ് വീണ്ടും ഫോർവേഡ് ബയാസിങ് ആവും. അപ്പോൾ വൈദ്യുതി കടത്തിവിടും. ഓക്കെ, കണ്ടല്ലോ. ഇവിടെ ഈ ഭാഗത്ത് വൈദ്യുതി കടത്തിവിടുന്നു. നെഗറ്റീവ് വരുമ്പോൾ വൈദ്യുതി കടത്തിവിടുന്നില്ല. വീണ്ടും പോസിറ്റീവ് വരുമ്പോൾ വൈദ്യുതി കടത്തിവിടുന്നു. ഇവിടെ വീണ്ടും കടത്തിവിടുന്നില്ല. ഇങ്ങനെ AC-യുടെ ഒരു ഭാഗം, AC-യുടെ ഒരു ഹാഫ് സൈക്കിളിൽ മാത്രം ഇങ്ങനെ AC-യുടെ ഒരു അർദ്ധഭ്രമണത്തിൽ മാത്രം വൈദ്യുതിയെ കടത്തിവിടുന്നത് കൊണ്ട് ഈ സംവിധാനത്തെ നമ്മൾ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. AC-യുടെ ഒരു അർദ്ധഭ്രമണത്തിൽ മാത്രം വൈദ്യുതി കടത്തിവിടുന്നുണ്ട്. ഇത് AC-ആണ്, ഇതിൻ്റെ പകുതി മാത്രമേ കടന്നുപോകുള്ളൂ. ബാക്കിയുള്ള സമയത്ത് നെഗറ്റീവ് ഭാഗം വരുന്ന സമയത്ത് റിവേഴ്സ് ബയാസിങ് ആയതുകൊണ്ട് വൈദ്യുതി കടത്തിവിടുന്നില്ല. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഹാഫ് റെക്ടിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. ഇവിടെ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ എത്ര ഡയോഡുകളുണ്ട്? ഒരു ഡയോഡ് മാത്രമേ ഉള്ളൂ.
ഇനി എന്തുകൊണ്ടാണ് ഇതിനെ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്? അതിൻ്റെ ഉത്തരം ഡയോഡ് എ സിയുടെ ഒരു അർദ്ധഭ്രമണത്തിൽ മാത്രം വൈദ്യുതിയെ കടത്തിവിടുന്നതുള്ളൂ. ഇനി ഈ ഭാഗത്ത് നോക്കാം, ഡയോഡിലേക്ക് ഈ പി പോസിറ്റീവ് എ സിയുടെ പോസിറ്റീവ് ഭാഗം എന്തുകൊണ്ട് ഡയോഡ് കടത്തിവിട്ടു? അതിൻ്റെ ആൻസർ എ സിയുടെ പോസിറ്റീവ് ഭാഗം വരുന്ന സമയത്ത് ഡയോഡ് ഫോർവേഡ് ബയാസിങ്ങിലായിരുന്നു, അതുകൊണ്ട് ഡയോഡ് വൈദ്യുതിയെ കടത്തിവിട്ടു. ഇനി അടുത്ത സമയത്ത് എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഭാഗത്ത് വൈദ്യുതി കടത്തിവിടുന്നില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് വന്നപ്പോൾ കടത്തിവിടുന്നില്ല, എന്തുകൊണ്ട്? അതിൻ്റെ ആൻസർ ഇതാണ്, ഡയോഡ് റിവേഴ്സ് ബയാസിങ്ങിലായിരുന്നു. ആ സമയത്ത് ഡയോഡ് റിവേഴ്സ് ബയാസിങ്ങിലായിരുന്നു, അതുകൊണ്ട് ഡയോഡ് വൈദ്യുതി കടത്തിവിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് വൈദ്യുതി ലഭിക്കാതിരുന്നത്. ഒന്നുകൂടി പറയാം, ഡയോഡ് ആ സമയത്ത് റിവേഴ്സ് ബയാസിംഗ് ആയിരുന്നു. നമുക്കിതിനെ എ എന്ന് വിളിക്കാം, ഈ പൊസിഷൻ ബി എന്ന് വിളിച്ചു, സി എന്ന് വിളിച്ചു, ഡി എന്ന് വിളിക്കാം. അപ്പോൾ എ പൊസിഷൻ കടത്തിവിട്ട് ബിയിലും ഡിയിലും കടത്തിവിടാതിരിക്കാൻ കാരണമെന്ത്? അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു, ഒന്നുകൂടി ശ്രദ്ധിക്കൂ. ഇവിടെ കടത്തിവിടാതിരിക്കാനുള്ള കാരണം ആ സമയത്ത് ഡയോഡ് റിവേഴ്സ് ബയാസിങ്ങിൽ ആയിരുന്നു. ഇനി നമുക്ക് ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഇത് എ സി വൈദ്യുതിയാണ് നമ്മുടെ വീടുകളിൽ വരുന്നത്. ഉയർന്ന വോൾട്ടേജ് 230 വോൾട്ടേജാണ് എ സി ഉള്ളത്. അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തുകൊണ്ട് നമ്മുടെ ഡയോഡിനെ പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വോൾട്ടിലേക്ക് മാറ്റണം. ഒരു 6 വോൾട്ട് 9 വോൾട്ടൊക്കെ മാറ്റി നമുക്ക് ഈ പ്രവർത്തനം ചെയ്യാം. ഇവിടെ നമ്മൾ 2 ഡയോഡ് 1 നമ്മൾ D1 എന്ന് വിളിക്കാം. ഇത് രണ്ടാമത്തെ ഡയോഡ് D2 എന്ന് പറഞ്ഞ ഡയോഡ് സ്ക്രീനിൽ കാണുന്നുണ്ടാകും, D2 എന്ന ഡയോഡ്. ഇനി ഇതിൻ്റെ സെൻട്രൽ നിന്ന്, ഈ ട്രാൻസ്ഫോമറിൻ്റെ സെൻട്രൽ നമ്മളൊരു വയർ എടുക്കുന്നു. ഇതിനെ നമ്മൾ സെൻറ്റർ ടാപ്പ്ഡ് ട്രാൻസ്ഫോമർ എന്നാണ് വിളിക്കുന്നത്. സെൻറ്റർ ടാപ്പ്ഡ് ട്രാൻസ്ഫോമർ. ഇതിൻ്റെ ഇവിടത്തെയുള്ള നമ്മൾ പോയിൻ്റായി മാർക്ക്, ഇതിനെ എ എന്ന് വിളിക്കാം, ഇതിനെ ബി എന്ന് വിളിക്കാം, ഈ പോയിന്റ് നമ്മൾ സി എന്ന് വിളിക്കാം. സിയിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം, ഇവിടുത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസം 0 വോൾട്ടാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് നോക്കാം. ഇത്രയുമായാൽ നമ്മളിപ്പോൾ വരച്ച ഈ സർക്യൂട്ട് ഒരു ഫുൾ വേവ് റെക്ടിഫിക്കേഷന് വേണ്ടിയുള്ള സർക്യൂട്ടാണ്. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് ഡയോഡ് പ്രവർത്തിക്കുന്നതിനാവശ്യമായ വോൾട്ടേജ് നമ്മൾ കുറച്ച് കൊണ്ടുവന്നു. 2 ഡയോഡ് ഉപയോഗിച്ചു. ഒരു ഡയോഡിനെ D1 എന്ന് വിളിച്ചു, രണ്ടാമത്തെ ഡയോഡിനെ D2 എന്ന് വിളിച്ചു. സെൻട്രൽ എന്നൊരു വയർ എടുത്തു. അതുകൊണ്ട് ഈ ട്രാൻസ്ഫോമറിനെ നമ്മൾ സെൻറ്റർ ടാപ്പ്ഡ് ട്രാൻസ്ഫോമർ എന്ന് വിളിച്ചു. ഇവിടെയുള്ള ഈ സി എന്ന് പറയുന്ന പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് സി എന്ന് മാർക്ക് ചെയ്തു, എയും ബിയും മാർക്ക് ചെയ്തു. സി എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം, അതായത് വോൾട്ടേജ് 0 എന്നെടുത്തു. 0 ആണ്. ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഇവിടെ നിന്നാണ്, ഈ 2 പോയിന്റുകൾക്കിടയിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം നോക്കാം. ഇതിൻ്റെ നമുക്കറിയാം എ സി ഗ്രാഫ് നേരത്തെ പഠിച്ചതുപോലെ തന്നെ നമ്മൾ എ സി വൈദ്യുതി, ഇതാണ് എ സി, ഇത്രയുമായ ഒരു ഫുൾ സൈക്കിൾ എ സി ആയല്ലോ. ഇത് പി പോസിറ്റീവ് ഭാഗം, ഇത് നെഗറ്റീവ് ഭാഗം. ഈ സെൻറ്റർ ടാപ്പ്ഡ് ട്രാൻസ്ഫോമർ ഉള്ളത് കൊണ്ട് ഒരു ഫുൾ സൈക്കിൾ എ സി വരികയും ആ ഫുൾ സൈക്കിൾ എ സി സെൻറ്റർ ടാപ്പ്ഡ് വന്നതുകൊണ്ട് എ എന്ന എൻഡിലേക്ക് പോസിറ്റീവ് ഭാഗം വരുന്നു എന്ന് സങ്കല്പിക്കാം. പോസിറ്റീവ് ഭാഗം എന്ന് സങ്കല്പിക്കാം. അതേസമയം ബി എന്ന ഭാഗത്തേക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എത്തുന്നു. ശ്രദ്ധിക്കണം, എ എന്ന ഭാഗത്തേക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മീൻസ് അർദ്ധ സൈക്കിൾ. ഓക്കെ, ഇത് വന്ന സമയത്ത് ബി എന്ന ഭാഗത്തേക്ക് വരുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. എ എന്ന ഭാഗത്ത് പോസിറ്റീവ് വന്നെങ്കിൽ ബി ഭാഗത്തേക്ക് നെഗറ്റീവ് വന്നു. അപ്പോൾ ഒരു എ സി, ഒരു ഫുൾ എ സി ആയിട്ട്, ഒരു ഫുൾ എ സി ഒരേ സമയമാണ് എ എന്ന എൻഡിലേക്ക് പോസിറ്റീവ് വരുന്നു, ബി എന്നുള്ള എൻഡിലേക്ക് നെഗറ്റീവ് വരുന്നു. ആ സമയത്ത് എന്താ സംഭവിക്കുക? നമുക്ക് ഗ്രാഫിലൂടെ ഇവിടെ വരക്കാം. എന്താ സംഭവിക്കും? ആ സമയത്ത് ഇവിടേക്ക് പോസിറ്റീവ് വന്നു, ഇത് ഡയോഡിൻ്റെ പോസിറ്റീവ് ഭാഗമാണ്, പി ഭാഗമാണ്. സ്വാഭാവികമായിട്ടും ഇത് ഫോർവേഡ് ബയാസിങ്ങിലാവും. അങ്ങനെ വൈദ്യുതി ഇതിലൂടെ എങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടെത്തും. ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ജംഗ്ഷനാണ്.
ഇവിടെ ജംഗ്ഷൻ കറണ്ടിന് ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് പോയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാകുമോ? ഇല്ല. കാരണം എന്താ, ഇവിടെ തന്നെ വൈദ്യുതി പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവ് ഭാഗമാണ്. ഇത് രണ്ടാമത്തെ D2യുടെ നെഗറ്റീവ് ഭാഗമായതുകൊണ്ട് ഇതിലൂടെ റിവേഴ്സ് ബയാസിങ് ആയതുകൊണ്ട് കറണ്ട് കടന്നു പോകില്ല. അപ്പോൾ ഇങ്ങോട്ട് കറണ്ട് ഒരിക്കലും കടന്നു പോകില്ല, അതുകൊണ്ട് കറണ്ട് ഇങ്ങോട്ട് വരില്ല. അപ്പോൾ കറണ്ട് നേരെ ഈ ഇവിടേക്ക് തന്നെയാണ് ഇലക്ട്രിസിറ്റി എത്തുക. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് എത്തും. അപ്പോൾ അവിടേക്ക് എത്തിയത് എങ്ങനെയാണ്? അവിടേക്ക് എത്തിയത് D1 എന്ന ഡയോഡ് ഫോർവേഡ് ബയാസിങ്ങിനായതുകൊണ്ട് മുമ്പ് അവിടെ എത്തി കറണ്ട് ഈ കറണ്ട് ആയിരിക്കും, ഈ ഇത്രയും വയസ്സിൻ്റെ നമ്മൾ ഈ പറഞ്ഞ് പോസിറ്റീവ് ഭാഗം. അപ്പോൾ ഇതെങ്ങനെ ഏതിലൂടെ വന്നത്? D1 വന്നത്. അതേ സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ഭാഗത്തേക്ക് നെഗറ്റീവ് ഭാഗമുണ്ട്, AC-യുടെ നെഗറ്റീവ് ഇവിടേക്ക് ബിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ D2 എന്ത് സംഭവിക്കും? D2 റിവേഴ്സ് ബയാസിങ് ആവും. അതുകൊണ്ട് D2 റിവേഴ്സ് ബയാസിങ് ആയതുകൊണ്ട് D2യിലൂടെ വൈദ്യുതി കടന്നു പോലെ D2 കണ്ടക്ട് ചെയ്യൂല, കണ്ടക്ഷൻ നടക്കൂല D2യിൽ. അപ്പോൾ ഇവിടെ കറണ്ട് ഇല്ല. ഇനി അടുത്ത നിമിഷത്തിലോ അടുത്ത AC-ൻ്റെതാ ഇവിടേക്ക് AC-ൻ്റെ അടുത്ത ഭാഗം വരും. AC-ൻ്റെ അടുത്ത ഭാഗം, അടുത്ത AC-യുടെ ഭാഗം വന്നു. ഇതിനു മുന്നേ പോസിറ്റീവ് നെഗറ്റീവ്. നേരത്തെ ആദ്യം വന്നപ്പോൾ എക്ക് പോസിറ്റീവും ബിക്ക് നെഗറ്റീവും ആണല്ലോ കിട്ടിയത്. ഇനി അടുത്ത സൈക്കിള് നേരെ വിപരീതമാണ് സംഭവിക്കുന്നത്. അതായത് എയിലേക്ക് നെഗറ്റീവ് ഭാഗമാണ് വരിക, ബിയിലേക്ക് അതേ സമയം എന്ത് വരും? പോസിറ്റീവ് ഭാഗം വരും. ഇത് പോസിറ്റീവ് ഭാഗമായി പരിഗണിക്കട്ടോ. ദെൻ പോസിറ്റീവ് ഭാഗം വരും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് വന്നു, മുകളിൽ എ ഭാഗം നെഗറ്റീവ് വന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് തുടങ്ങാം നമുക്ക്. ഇവിടെ ഇത് റിവേഴ്സ് ബയാസിങ് ആവും, കാരണം ഇവിടെ നെഗറ്റീവ് വന്നത് ഇവിടെ പോസിറ്റീവ് ആകല്ലേ. അപ്പോൾ റിവേഴ്സ് ബയാസിങ് ആവും. അതുകൊണ്ട് ഇത് വൈദ്യുതി കടത്തി വിടുകയില്ല, D1 കടത്തി വിടൂല. ദെൻ D2യിൽ ഇവിടെ വന്ന കറണ്ട് പോസിറ്റീവാണ്, D2ൻ്റെ ഇത് പി ഭാഗമാണ്, കറണ്ട് കടത്തി വിടും. ഇങ്ങനെ പോകും, ഇങ്ങനെ വന്നിട്ട് ഇതാ ഇങ്ങോട്ട് വരും, കറണ്ട് ഇങ്ങോട്ട് എത്തും. അപ്പോൾ D2 കണ്ടക്ട് ചെയ്യും, D2 കടത്തി വിടും. അപ്പോൾ അടുത്ത ഗ്രാഫിൽ നമുക്കിങ്ങനെ ആ ഭാഗത്ത് തന്നെ കറണ്ട് ഇത് D2 കണ്ടല്ലോ, D2 ആണ് ഇവിടെ എത്തിയത്. യെസ്, ഇവിടെ D2 എത്തി. ഇനി അടുത്തത് വീണ്ടും പഴയതുപോലെ തന്നെ അടുത്ത AC വരികയാണ്. അടുത്ത AC ഇങ്ങനെ വന്നു, അടുത്ത AC. അപ്പോൾ പ്ലസ് മൈനസ് ഒരുമിച്ചാട്ടോ. അപ്പോൾ ഇവിടേക്ക് നേരത്തെ നെഗറ്റീവ് അല്ലേ, അപ്പോൾ ഇനി അടുത്ത സൈക്കിൾ ഇതിൻ്റെ പോസിറ്റീവ് ഇവിടെ എത്തും, ഇവിടേക്ക് എന്തെത്തും? നെഗറ്റീവ് എത്തും. നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും. എന്താ സംഭവിക്കുക? ഇത് ഫോർവേഡ് ബയാസ് ആവും, D1 ഫോർവേഡ് ബയാസ് ആവും, D2 അടുത്ത എന്താ റിവേഴ്സ് ബയാസ് ആവും അല്ലേ. ഇവിടെ D2 റിവേഴ്സ് ബയാസ് ആവും. ഇനി അടുത്തതിലോ D2 എന്ത് ചെയ്യും? ഫോർവേഡ് ബയാസ് ആവും. അങ്ങനെ ഈ പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കും. ഇതിനാണ് നമ്മൾ ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ? ഇങ്ങനെ AC വൈദ്യുതിയെ തുടർച്ചയായി ഒരേ ദിശയിൽ ഒഴുകുന്ന വിധം മാറുന്നതിന് സജ്ജീകരിച്ചിട്ടുള്ള സംവിധാനത്തെ റെക്ടിഫയറിനെ നമ്മൾ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് ഫുൾ വേവ് റെക്ടിഫയർ? AC-യെ തുടർച്ചയായി ഒരേ ദിശയിൽ ഒഴുകുന്ന വിധം സജ്ജീകരിച്ചിട്ടുള്ള സംവിധാനമാണ് ഫുൾ വേവ് റെക്ടിഫയർ. ഈ പ്രവർത്തനത്തെ നമ്മൾ ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. ഒന്നുകൂടി പറയാം, AC-യെ തുടർച്ചയായി ഒരേ ദിശയിൽ ഒഴുകുന്ന വിധം സജ്ജീകരിച്ചിട്ടുള്ള സംവിധാനത്തെ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് വിളിക്കുന്നു. ഈ സംവിധാനത്തെ ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, LED. ലൈറ്റ് പുറത്തേക്ക് വിടുന്ന ഡയോഡുകളെ LED എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്താണ് LED? വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്ത്, കറണ്ട് കടന്നു പോകുന്ന സമയത്ത് പ്രകാശം പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ പ്രകാശം ഉത്സർജിക്കുന്ന ഡയോഡുകളെ LED-കൾ എന്ന് വിളിക്കാം. ഇനി LED-കൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. LED-കൾ വ്യത്യസ്ത നിറങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഈ നിറങ്ങളുടെ അടിസ്ഥാനം? എന്തുകൊണ്ടാണ് വ്യത്യസ്ത നിറങ്ങൾ ലഭിക്കുന്നത്? അതിനുള്ള ആൻസറായി നമുക്ക് പറയാൻ കഴിയുന്നത്, ഡയോഡ് അല്ലെങ്കിൽ LED നിർമ്മിക്കാൻ ഉപയോഗിച്ച പദാർത്ഥങ്ങൾക്കനുസരിച്ച് അവയുടെ നിറങ്ങളിൽ മാറ്റം വരും. അപ്പോൾ നിറങ്ങൾക്കുള്ള അടിസ്ഥാനം, ആധാരം എന്ന് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത് അവ നിർമ്മിച്ചെടുത്ത വസ്തുക്കൾ തന്നെയാണ്. ആ വസ്തുവിനനുസരിച്ച്, അവ നിർമ്മിച്ച വസ്തുവിനനുസരിച്ച് LED-യിൽ നിന്ന് വരുന്ന പ്രകാശത്തിലും മാറ്റമുണ്ടാകും. ഇനി LED-യുടെ പ്രത്യേകത നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ LED-യുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വൈദ്യുത ഉപയോഗം. വൈദ്യുതി വളരെ കുറച്ച് മാത്രമാണ് LED ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചിലവാകുന്നത്. വൈദ്യുതിയുടെ കുറഞ്ഞ ഉപയോഗം, ചുരുക്കി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കുറഞ്ഞ
ഉപയോഗം. രണ്ടാമത്തെ പോയിന്റായി പറയാനുള്ളത് വളരെ ചെറുതാണ്, വലിപ്പം വളരെ ചെറുതാണ്. മൂന്നാമത്തെ പോയിന്റായി പറയാൻ കഴിയുന്നത് വളരെ കൂടുതൽ കാലം ഈട് നിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ വില കുറവാണ്. അതുപോലെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കനുസരിച്ചും അവയുടെ ഘടനകൾക്കനുസരിച്ചും വ്യത്യസ്ത നിറത്തിലുള്ള പ്രകാശം നൽകുന്നവയാണ്. ഇനി കാലാവസ്ഥ വ്യതിയാനങ്ങൾ, താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അവയൊന്നും തന്നെ അവയുടെ പ്രവർത്തനങ്ങളെ ഒരിക്കലും ബാധിക്കുന്നില്ല. അപ്പോൾ LED പ്രത്യേകത നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാം. ഒന്ന്, കുറഞ്ഞ വൈദ്യുത ഉപയോഗം അല്ലെങ്കിൽ കുറഞ്ഞ ഊർജ ഉപയോഗം. രണ്ടാമത്തത് ചെറുതാണ്. മൂന്നാമത്തത് കൂടുതൽ കാലം ഈട് നിൽക്കുന്നതാണ്. നാലാമത്തെ പോയിന്റായിട്ട് പറയാനുള്ളത് ഉൽപാദനത്തിന് വളരെ ചെലവ് കുറവാണ്, അതുകൊണ്ട് വില കുറവാണ്. അഞ്ചാമത്തത് നിർമ്മാണത്തിന്റെ ഘടനക്കനുസരിച്ചും അതുപോലെ അവ നിർമ്മിക്കാൻ ഉപയോഗിച്ച പദാർത്ഥത്തിനനുസരിച്ചും വ്യത്യസ്ത നിറങ്ങൾ ലഭിക്കുന്നു. ലാസ്റ്റ് പോയിന്റായിട്ട് പറയാനുള്ളത് താപനിലയിലുള്ള അല്ലെങ്കിൽ കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങളൊന്നും തന്നെ അവയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നില്ല. ഇനി LED എവിടെയെല്ലാം നമുക്ക് ഉപയോഗിക്കുന്നു? LED ഉപയോഗങ്ങൾ എന്തെല്ലാം? ഒന്നാമത്തെ ഉപയോഗം വാഹനങ്ങളുടെ ഹെഡ് ലൈറ്റുകളായിട്ട് ഉപയോഗിക്കുന്നു. പല വാഹനങ്ങളിലും ഹെഡ്ലൈറ്റായി ഉപയോഗിക്കുന്നത് LED ബൾബ് തന്നെയാണ്. രണ്ടാമത് വാഹനങ്ങളുടെ ടെയിൽ ലാമ്പുകളായിട്ട്, അതായത് പിന്നിൽ വാഹനങ്ങളുടെ ബാക്കിൽ ഉപയോഗിക്കുന്ന ലാമ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെയിൽ ലാമ്പുകൾ. ടെയിൽ ലാമ്പുകളായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ ലൈറ്റ് ഷോകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ നമുക്ക് പരിചയമാണ് ട്രാഫിക് സിഗ്നലുകൾ ഉപയോഗിക്കുന്നു. അതുപോലെ ഡിസ്പ്ലേ ബോർഡുകൾ ഉപയോഗിക്കുന്നു. ഇന്ന് ബസ്സുകൾ പോലെയുള്ള വാഹനങ്ങളിലൊക്കെ ഡിസ്പ്ലേ ബോർഡുകളായിട്ട് ഉപയോഗിക്കുന്നത് LED-കളാണ്. അപ്പൊ LED-യുടെ ഉപയോഗങ്ങൾ ഒന്ന്, വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റായി ഉപയോഗിക്കുന്നു, ടെയിൽ ലാമ്പുകളായിട്ട് ഉപയോഗിക്കുന്നു, ലൈറ്റ് ഷോകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, ട്രാഫിക് സിഗ്നലുകൾ ഉപയോഗിക്കുന്നു, ഡിസ്പ്ലേ ബോർഡുകൾ ഉപയോഗിക്കുന്നു. ഏറ്റവും ലാസ്റ്റായിട്ടും പറയാൻ കഴിയുന്നത് അലങ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ റെസിസ്റ്റർ, അതുപോലെ കപ്പാസിറ്റർ, ഇൻഡക്ടർ, പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട ഡയോഡ്. അതിനുശേഷമായിട്ട് നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് കൂടിയാണ് ട്രാൻസിസ്റ്റർ. ഇനി ട്രാൻസിസ്റ്ററിന്റെ സിമ്പൽ ഒന്ന് പരിശോധിക്കാം. ട്രാൻസിസ്റ്ററിന്റെ സിമ്പൽ വളരെയധികം പ്രധാനപ്പെട്ട തന്നെയാണ്. സിമ്പൽ നോക്കിയിട്ട് നമുക്ക് ട്രാൻസിസ്റ്റർ NPN ആണോ അതോ PNP ആണോ എന്ന് കണ്ടെത്താൻ പറ്റും. ട്രാൻസിസ്റ്ററിന് 3 ലീഡുകളുണ്ട്. ഇതാണ് 3 ലീഡുകൾ. അതിൽ ഒരു ലീഡിൻ്റെ പേര് എമിറ്റർ എന്നാണ്. എമിറ്റർ. രണ്ടാമത്തെ ലീഡിൻ്റെ പേര് കളക്ടർ എന്നാണ്. അതിന് രണ്ടിന് ഇടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ലീഡിന് പറയുന്ന പേര് ബേസ് എന്നാണ്. ബേസ്, എമിറ്റർ, കളക്ടർ. കളക്ടർ എന്നുള്ള ലീഡ് മീൻസ് കാല്, ലീഡിന് മുകളിൽ ഒരു ആരോ മാർക്ക് ഉണ്ടാകും. കളക്ടറിന് മുകളിലാണ് ആരോ മാർക്ക് ഇടുക. കളക്ടറിന് മുകളിലിട്ട ആരോ മാർക്ക് നോക്കിയിട്ട് ട്രാൻസിസ്റ്റർ NPN ആണോ PNP ആണോ എന്ന് പരിശോധിക്കാൻ പറ്റും. ഇപ്പോൾ ഇത് NPN ട്രാൻസിസ്റ്ററാണ്. എങ്ങനെ ഇത് NPN മനസ്സിലായി? ഞാൻ NPN ട്രാൻസിസ്റ്ററിൻ്റെ ഫുൾ ഫോം എൻ്റെ ഭാഷയിലൊന്ന് പറയാം. N ഉദ്ദേശിക്കുന്നത് നേരെ, P മീൻസ് പുറത്തേക്ക്. അപ്പോൾ N മീൻസ് നേരെ പുറത്തേക്ക് നോക്കട അല്ലെങ്കിൽ നോക്കടി. നേരെ പുറത്തേക്ക് നോക്കട, അതിൻ്റെ സിമ്പലാണ് അതിൻ്റെ ചുരുക്കമാണ് NPN. ഇവിടെ നോക്കി ആരോ മാർക്ക് നേരെ പുറത്തേക്കല്ലേ, അപ്പോൾ നേരെ പുറത്തേക്ക് നോക്കട എന്നാണെങ്കിൽ, ആരോ മാർക്ക് പുറത്തേക്കാണെങ്കിൽ NPN ട്രാൻസിസ്റ്റർ ആയിരിക്കും. ഇനി രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ PNP ആണ്. അതിൻ്റെ സിമ്പൽ തന്നെയാണ്. ഇതുപോലെ ഒരു റൗണ്ട് സർക്കിൾ വരയ്ക്കുന്നു, ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു. ഒരിക്കൽ പോലും ഇതിങ്ങനെ ജോയിൻ, ഈ 3 ലൈനും കൂടി, അപ്പോൾ നോക്കാം, ഈ ലൈന് ഇങ്ങനെയാണല്ലോ, ഇങ്ങനെ ഒരിക്കലാവരുത്. ഇങ്ങനെ 3 കൂടി ജോയിൻ ചെയ്യാൻ പാടില്ല.
ഇത് തെറ്റാണ്, ഈ സിമ്പിൾ തെറ്റാണ്, ഒരിക്കലും ജോയിൻ ചെയ്യരുത്. ഇത് ബേസ്, ഇത് നമുക്ക് എമിറ്ററിന് മാർക്ക് ചെയ്യാം, ഇത് കളക്ടറിന് മാർക്ക് ചെയ്താൽ എമിറ്ററിന് മുകളിലാണ് ആരോ മാർക്ക് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ ആരോ മാർക്ക് ഉള്ളിലേക്കാണ്. ആരോ മാർക്ക് ഉള്ളിലേക്കാണെങ്കിൽ PNP ട്രാൻസിസ്റ്റർ ആയിരിക്കും. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ആരോ മാർക്ക് ഉള്ളിലേക്കാണെങ്കിൽ PNP ട്രാൻസിസ്റ്റർ ആണെന്നുള്ളത്? അത് മനസ്സിലാക്കാനുള്ള വഴി ശ്രദ്ധിക്കുക. അത് മനസ്സിലാക്കാനുള്ള വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ സമയം പുറത്തേക്ക് നോക്കിക്കാണ്ടിരുന്നാൽ നമ്മൾ ചൂടാവും അല്ലേ, ചീത്ത പറയും അല്ലേ, എന്താ പറയുക, പുറത്തേക്ക് നോക്കാതെ പോടാന്ന്. അപ്പോൾ ഈ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ആൾ നേരെ എങ്ങോട്ട് നോക്കും? ഉള്ളിലേക്ക് നോക്കും. അങ്ങനെ ചൂടായപ്പോഴാണ് ഇയാൾ ഇവിടെ കണ്ടല്ലോ, നമ്മൾ പുറത്തേക്ക് നോക്കിയിരിക്കുന്നല്ലോ, ഈ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ആൾ നേരെ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ പുറത്തിൻ്റെ എന്ത് ചീത്തയാണ് നമ്മൾ പറഞ്ഞത്? പുറത്തേക്ക് പുറത്തേക്കിൻ്റെ ആദ്യം പുറത്തേക്ക് നോക്കാതെ പോടാ. ആൺകുട്ടി അതുകൊണ്ട് പോടാ. ഇനി പെൺകുട്ടിയാണെങ്കിൽ പോടി. പുറത്തേക്ക് നോക്കാതെ പോടയുടെ ഷോർട്ട് PNP. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? PNP ട്രാൻസിസ്റ്റർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ട്രാൻസിസ്റ്ററിൻ്റെ NPN-ഉം PNP ഡിവൈഡ് ചെയ്യാൻ പറ്റും. ട്രാൻസിസ്റ്ററിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബേസ്, എമിറ്റർ, കളക്ടർ. ഓക്കെ. ട്രാൻസിസ്റ്ററിൻ്റെ ഉപയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ട്രാൻസിസ്റ്ററിൻ്റെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഉപയോഗം? ട്രാൻസിസ്റ്ററിൻ്റെ ഉപയോഗം, ഒറ്റ ഉപയോഗം നമ്മൾ പഠിക്കാനുള്ളത്, ട്രാൻസിസ്റ്ററിൻ്റെ ഉപയോഗം ആംപ്ലിഫിക്കേഷൻ. എന്താണ് ആംപ്ലിഫിക്കേഷൻ? ഒരു വൈദ്യുത സിഗ്നലിനെ ആവൃത്തിയിൽ വ്യത്യാസമില്ലാതെ അവയുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംപ്ലിഫിക്കേഷൻ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് മനസ്സിലാക്കേണ്ടത്, ആവൃത്തിയിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. പിന്നെ എന്താണ് വ്യത്യാസം ഉണ്ടാവുക? ഈ ശക്തി വർദ്ധിക്കുമ്പോൾ പിന്നെ എന്തിനാണ് വ്യത്യാസം ഉണ്ടാവുക? ആയതിയിൽ, ആംപ്ലിറ്റ്യൂഡിൽ മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുക. അപ്പോൾ എന്താണ് ആംപ്ലിഫിക്കേഷൻ? ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈദ്യുത സിഗ്നലിന്റെ ആവൃത്തിയിൽ വ്യത്യാസമില്ലാതെ അവയുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനമാണ് ആംപ്ലിഫിക്കേഷൻ. ആംപ്ലിഫിക്കേഷന് വേണ്ടിയാണ് ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നത്. ഇത് ആംപ്ലിഫയറുകൾ ഉപയോഗിക്കുന്നു. ആംപ്ലിഫയർ നമ്മൾ സംസാരിക്കുന്ന മൈക്കിൽ നിന്ന് വരുന്ന സംസാരത്തെ ആംപ്ലിഫയർ എന്ന ഉപകരണത്തിൽ എത്തിക്കുകയും അവിടെ നിന്ന് അതിനെ ഒന്ന് പുഷ്ടിപ്പെടുത്തുക, ഒന്ന് ശക്തിപ്പെടുത്തിയിട്ട് ആണ് നമ്മൾ ലൗഡ് സ്പീക്കറിലേക്ക് അയക്കുന്നത്. അങ്ങനെ ആംപ്ലിഫിക്കേഷൻ, അതായത് പുഷ്ടിപ്പെടുത്തുക എന്നുള്ള പ്രവർത്തനത്തിന് വേണ്ടി ആംപ്ലിഫയറുകൾ ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് ട്രാൻസിസ്റ്റർ. ഇനി ഏറ്റവും അവസാനത്തെ ടോപ്പിക്, ഇലക്ട്രോണിക് ഘടകങ്ങളിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് IC ചിപ്പുകൾ. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. എന്താണ് IC ചിപ്പ്? നമ്മൾ പ്രതിരോധകങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത് പറഞ്ഞ ഇൻഡക്ടറുകൾ, കപ്പാസിറ്ററുകൾ, ഡയോഡുകൾ, ട്രാൻസിസ്റ്ററുകൾ, ഇവ ഓരോന്നായി ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്താതെ അവയുടെ ധർമ്മങ്ങളെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം. ആരൊക്കെ? പ്രതിരോധകങ്ങൾ, കപ്പാസിറ്ററുകൾ, ഡയോഡുകൾ, ട്രാൻസിസ്റ്ററുകൾ എന്നിവയുടെ ധർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്ന സംവിധാനം ഒരു അർദ്ധചാലക ക്രിസ്റ്റലിൽ നാം ക്രമീകരിച്ചെടുത്താൽ, ഉണ്ടാക്കിയെടുത്താൽ, ആ സിസ്റ്റത്തെ, ആ സംവിധാനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് IC ചിപ്പുകൾ, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പുകൾ. ശ്രദ്ധിക്കണം, ഡയോഡുകൾ ഒരു ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധകങ്ങൾ, കപ്പാസിറ്ററുകൾ, ഡയോഡുകൾ, ട്രാൻസിസ്റ്ററുകൾ എന്നിവ പ്രത്യേകം ഘടിപ്പിക്കാതെ അവയുടെ ധർമ്മങ്ങളെല്ലാം ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ഒരു അർദ്ധചാലക ചിപ്പ് നാം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ആ സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് IC ചിപ്പ്. അപ്പൊ ചോദ്യം, എന്താണ് IC ചിപ്പ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ ഇങ്ങനെയാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഒരു അർദ്ധചാലക ക്രിസ്റ്റലിൽ ഡയോഡുകൾ, റെസിസ്റ്ററുകൾ, കപ്പാസിറ്ററുകൾ, ട്രാൻസിസ്റ്ററുകൾ എന്നിവ പ്രത്യേകം ഘടിപ്പിക്കാതെ അവയുടെ ധർമ്മങ്ങളെല്ലാം ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ഒരു അർദ്ധചാലക ക്രിസ്റ്റൽ ക്രമീകരിച്ചെടുത്താൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് IC ചിപ്പുകൾ. എന്താണ് IC ചിപ്പ്?
എന്ന ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉത്തരം ചെയ്യാൻ കഴിയണം. പ്രതിരോധകങ്ങൾ, കപ്പാസിറ്ററുകൾ, ഡയോഡുകൾ, ട്രാൻസിസ്റ്ററുകൾ എന്നിവ വേറെ വേറെ ഘടിപ്പിക്കാതെ അവയുടെ ധർമ്മം ചെയ്യാൻ കഴിയുന്ന ഒരു സർക്യൂട്ട് ഒരു അർദ്ധചാലക ക്രിസ്റ്റലിൽ നാം ക്രമീകരിച്ചെടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് IC ചിപ്പുകൾ. ഈ IC ചിപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിന്റെ പ്രത്യേകതകൾക്ക് പോകുന്നതിന് മുമ്പായി ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒരു മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ICയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ഘടകം ഏത്? ICയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ഘടകം ഏത്? ആൻസർ ഇൻഡക്ടർ. ഇൻഡക്ടറിനെ നമുക്കൊരിക്കൽ പോലും ICയിൽ ഉൾപ്പെടുത്താൻ സാധ്യമല്ല. ICക്ക് ഉദാഹരണമാണ് നമ്മുടെ മൊബൈൽ ഫോണുകളിലുള്ള പ്രോസസ്സറുകൾ, നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന പ്രോസസ്സറുകൾ എന്നിവ IC ചിപ്പുകൾക്ക് ഉദാഹരണമാണ്.